നമസ്കാരം. കേരള ചരിത്രത്തില് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകരിൽ ഒരാളായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1878 മുതൽ 1916 വരെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവിത കാലഘട്ടം. 1878 മുതൽ 1916 വരെ. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. ഇദ്ദേഹത്തിന്റെ ജന്മഗൃഹമാണ് കൂടില്ലാവീട്. കൂടില്ലാവീട് ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ് എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമാണ് കൂടില്ലാവീട്. 1901 മുതൽ 1903 വരെ കേരള പഞ്ചിക എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. 1903 അദ്ദേഹം കേരള പഞ്ചികയിൽ നിന്നും രാജിവെച്ചു. എന്നിരുന്നാലും നസ്രാണി ദീപികയിലും അതുപോലെ മലയാള പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതുന്നത് തുടർന്നു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് നസ്രാണി ദീപിക. 1887 മാന്നാനത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. ഇത് ഇന്ന് അറിയപ്പെടുന്നത് ദീപിക എന്ന പേരിലാണ്. ദീപിക. ഇതിന്റെ പ്രത്യേകത മലയാളത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ദീപികയാണ്. അപ്പോൾ 1887 നസ്രാണി ദീപിക എന്ന പേരിൽ മാന്നാനത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ദീപികയാണ് ഇന്ന് മലയാളത്തിൽ പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം. അവിടെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാളത്തിലെ ആദ്യ പത്രം അത് രാജ്യ സമാചാരമാണ്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച രാജ്യ സമാചാരം. ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ മലയാളത്തിലെ ആദ്യ പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് രാജ്യ സമാചാരമാണ്. പക്ഷേ ഇന്ന് പ്രചാരത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ദീപികയാണ്. ഇനി 1903 കൊല്ലം തങ്കശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായി രാമകൃഷ്ണപിള്ള. ഈ സമയത്താണ് അദ്ദേഹം കേരളൻ എന്ന തൂലികാ നാമത്തിൽ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ കേരളൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. മാത്രവുമല്ല കേരളൻ എന്ന മാസിക ആരംഭിച്ചതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അത് കേരളൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാലും അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഈ മാസികയുടെ പ്രത്യേകത മലയാളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് കേരളൻ. മലയാളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ച മാസിക ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളനാണ്. അതുപോലെ രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപത്യം ഏറ്റെടുക്കുന്നത് 1906 അപ്പൊ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാകുന്നത് 1906. ഈ പത്രം ആരംഭിക്കുന്നത് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത് 1905 അഞ്ചുതെങ്ങിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത്. ഈ പത്രം ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 അഞ്ചുതെങ്ങിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇതിന്റെ പത്രാധിപരാകുന്നത് 1906. ഈ പത്രത്തിന്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപര് അത് CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണപിള്ള ഇതിന്റെ പത്രാധിപരാകുന്നത് 1906. ഇതിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് CP ഗോവിന്ദപിള്ള. അതുപോലെ 1906
സ്വദേശാഭിമാനി പത്രത്തിന്റെ ആസ്ഥാനം അഞ്ചുതെങ്ങിൽ നിന്നും വക്കത്തേക്ക് മാറ്റി. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആസ്ഥാനം അഞ്ചുതെങ്ങിൽ നിന്നും വക്കത്തേക്ക് മാറ്റുന്നു 1906. 1907 ഇതിന്റെ ആസ്ഥാനം വക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു. ഭയ കൗടില്യ ലോകങ്ങൾ വളർത്തിൽ ഒരു നാടിനെ എന്ന മുഖക്കുറിപ്പോടുകൂടി പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു സ്വദേശാഭിമാനി. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി ആയിരുന്നു പത്രത്തിന്റെ ആക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദു. ദിവാനെതിരെ അഴിമതിയും അധാർമികതയും പത്രം ആരോപിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിന്റെ രാജത്വത്തെയും രാമകൃഷ്ണപിള്ള ആക്രമിച്ചു. ദിവാന്റെ സദാചാര പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ മുഖപ്രസംഗമായിരുന്നു ഗർഹ്യമായ നടത്തം. അപ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയുടെ സദാചാര പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ മുഖപ്രസംഗമായത് ഗർഹ്യമായ നടത്തം. ഈ പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വിശാഖം തിരുനാൾ തിരുമനസ്സുകൊണ്ടായിരുന്നുവെങ്കിൽ മിസ്റ്റർ ആചാര്യയുടെ ഇന്നത്തെ കുറ്റത്തിന് തിരുമനസ്സിലെ കുതിരക്കാരന്റെ കൗഞ്ചി കൊണ്ട് ഈ മന്ത്രിസ്ഥാന വ്യഭിചാരിയുടെ തൊലി പൊളിച്ചു വിടുമായിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല എന്നാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവിനെയും ദിവാനെയും വിമർശിച്ചതിന്റെ പേരിൽ 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രവും അതിന്റെ പ്രസ്സും കണ്ടുകെട്ടി. രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. അവര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയത് മദ്രാസ് പ്രവിശ്യയിലെ തിരുനെൽവേലിയിലേക്കാണ് നാടുകടത്തിയത്. തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രം 48 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തത് EMS സർക്കാരാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. അവിടെ നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ട കാര്യം, തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാൽ എന്റെ നാടുകടത്തൽ. എന്നാൽ തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് സന്തുഷ്ടവാദിയാണ്. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് സന്തുഷ്ടവാദിയാണ്. ഈ പത്രം ആരംഭിച്ചത് WH മൂറ്. സന്തുഷ്ടവാദി എന്ന പത്രം ആരംഭിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ WH മൂറ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു 1910. 1910 നെയ്യാറ്റിൻകരയിൽ നിന്നുമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയതിനു ശേഷം അദ്ദേഹം പത്രാധിപത്യം ഏറ്റെടുത്ത പത്രമായിരുന്നു ആത്മപോഷിണി. 1913 കുന്നംകുളത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ആത്മപോഷിണി. അതുപോലെ തന്നെ 1912 പാലക്കാട് വെച്ച് മലേഷ്യൻ മലയാളികൾ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദ മുദ്ര സമർപ്പിച്ചു. ഇവിടെ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദ മുദ്ര സമ്മാനിച്ചത് മലേഷ്യൻ മലയാളികൾ 1912 പാലക്കാട് വെച്ച്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകളുടെ പേരാണ് ഗോമതി. ഐക്യ കേരള പ്രസ്ഥാനം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മകൾക്ക് നൽകിയ പേരാണ് ഗോമതി. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ മകൾക്ക് ഗോമതി എന്ന പേര് നൽകിയ നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതുപോലെ ബ്രിട്ടനിലെ പത്രപ്രവർത്തന ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധപ്പെട്ട ആദ്യ മലയാള പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഒരു കൃതിയാണ്
കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെ കുറിച്ച് മലയാളത്തിലെ ആദ്യമായി എഴുതിയ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. ഇത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം. മഹാത്മാഗാന്ധിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കാർൽ മാർക്സിന്റെ ജീവചരിത്രം ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക്, അതായത് മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് ബി കല്യാണിക്കുട്ടിയമ്മ. അവരുടെ കൃതിയാണ് വ്യാഴവട്ട സ്മരണകൾ. അപ്പൊ വ്യാഴവട്ട സ്മരണകൾ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് ബി കല്യാണിക്കുട്ടിയമ്മയുടെ കൃതിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് ബി കല്യാണിക്കുട്ടിയമ്മ. 1916 മാർച്ച് 28-നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിക്കുന്നത്. 1916 മാർച്ച് 28-ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പയ്യാമ്പലമാണ്. എന്നാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ്. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ ബഹുമതിയാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ഈ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ടി വേണുഗോപാല്. അപ്പൊ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ അത് ടി വേണുഗോപാലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമാണ് കൂടില്ലാവീട്. ഈ ജന്മഗൃഹം കൂടില്ലാവീട് എന്ന ഈ ജന്മഗൃഹം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഏറ്റെടുത്തു 2014 ഡിസംബർ 29-ന്. അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമായ കൂടില്ലാവീട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ 2014 ഡിസംബർ 29-ന്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് ധർമ്മരാജ നിരൂപണം. അപ്പോൾ ധർമ്മരാജ നിരൂപണം എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ്. എന്നാൽ നമ്മളവിടെ ഓർത്തുവയ്ക്കണം, ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് സി വി രാമനാണ്. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് സി വി രാമനാണ്. അതുപോലെ തന്നെ കാറൽ മാർക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി, ഇതൊക്കെ ഈ പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികളാണ്. അപ്പോൾ കേരള നവോത്ഥാന നായകരിൽ ഒരാളായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.